വെൽക്കം ബാക്ക് ടു ആർക്കനിക്സ്. നീറ്റ് 2024 സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ അല്ലേ? അപ്പോൾ ലിസ്റ്റ് നമുക്ക് നോക്കാം. 2 or more alternative forms of jail. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ സെയിം സെൻറ്റൻസ് ആണ് കേട്ടോ. 2 or more alternative forms of jail. നമ്മൾ നോക്കുക. ക്യാപിറ്റൽ ടി ഇതിനെന്താ പറയുക? ജീനോ ടൈപ്പ് എന്നാണ് പറയുക. എന്താ പറയും? ജീനോ ടൈപ്പ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതെന്താ? ജീനോ ടൈപ്പ് ആണ്. ഓക്കെ. ക്യാപിറ്റൽ ടി എന്ന് മാത്രം പറഞ്ഞാൽ എന്താ പറയുക? അലീൽ എന്നാണ് പറയുക. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എന്ത് പറയും? അതും അലീലാണ്. അപ്പോൾ രണ്ട് അലീൽ ചേർന്ന്, അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചേർന്ന് എന്തായി? ഒരു ജീനോടൈപ്പായി. അപ്പോൾ അതാണ് പറഞ്ഞത്. എന്ത്? 2 or more alternative forms of a gene. അതാണ് എന്ത്? നമ്മളുടെ അലീൽ. അപ്പോൾ A3 ആണ് വരിക. A3 വരുന്ന ഏത് ഓപ്ഷൻ? ഓപ്ഷൻ 1 ഉണ്ടോ? ഓപ്ഷൻ 1 ഇല്ല. ഓപ്ഷൻ 2 ഉണ്ടോ? അതുമില്ല. ഓപ്ഷൻ 3 ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ 3 ഉണ്ട്, പക്ഷെ ഓപ്ഷൻ 4 ഇല്ല. ബാക്കി കൂടി നോക്കാം. ബി, ക്രോസ് ഓഫ് F1 പ്രോജനി വിത്ത് ഹോമോസൈഗസ് റെസസീവ് പാരന്റ്. അതായത് F1 പ്രോജനിയും റെസസീവ് പാരന്റ്. ഓക്കെ, റെസസീവ് പാരന്റ് തമ്മിലുള്ള ക്രോസിന് എന്താ പറയടാ? റെസസീവ് പാരന്റ് തമ്മിലുള്ള ക്രോസിന് എന്താ പറയാ? ഈ ക്രോസിന്റെ പറയുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. എന്ത് പറയും? ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ഈ പറയുന്ന ഇത് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ക്രോസ് ആണ്. B4 ആണ് വരാം. ഓക്കെ, B4 വരുന്നുണ്ട്. ക്രോസ് ഓഫ് പ്രോജനി വിത്ത് എനി ഓഫ് ദ പാരന്റ്. അപ്പോൾ അതെന്താ? അത് ബാക്ക് ക്രോസ് ആണ്. C1 ആണ് വരാം. നമ്പർ ഓഫ് ക്രോമസോം സെറ്റ്സ് ഇൻ പ്ലാന്റ് ഏതാ? പ്ലോയിഡി. ഏതാണ്? പ്ലോയിഡി. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ആണത് കറക്റ്റ് ആൻസർ.